പ്രിയ ശ്രോതാക്കളെ, സഹയാത്രികയിലേക്ക് സ്വാഗതം. സഹയാത്രികയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് തയ്യൽ സ്ഥാപനം നടത്തുന്ന സുൽഫത്താണ്. നമസ്കാരം സുൽഫത്ത്. നമസ്കാരം. സുൽഫത്തിനെ സുലു എന്നാണ് എല്ലാരും വിളിക്കുന്നത് അല്ലേ? എനിക്ക് തോന്നുന്നു വിളിക്കാനായിട്ട് എളുപ്പം സുലു എന്നാണ് തോന്നുന്നു. ആളുകളൊക്കെ ഓർക്കും, മമ്മൂട്ടിയുടെ വൈഫിന്റെ പേര് ഓർക്കും. അപ്പൊ കുറച്ചും കൂടി എളുപ്പത്തിന് വിളിച്ചോട്ടെ എന്ന് കരുതി സുലുന്നാക്കി. അതെ. അപ്പം സുലുവിന്റെ തയ്യൽ സ്ഥാപനം എവിടെയാണ്? NGO ക്വാർട്ടേഴ്സ്, അമ്പാടിമൂല ബസ് സ്റ്റോപ്പ് അവിടെയാണ്. ഇപ്പൊ 6 വർഷമായി അവിടെ തുടങ്ങിയിട്ട്. അപ്പൊ ഈ തയ്യൽ സ്ഥാപനം എന്ന് പറയുമ്പോ അവിടെ ജോലിക്കാരൊക്കെ ഉണ്ടോ? ജോലിക്കാർ 2 പേര് വീട്ടിലിരുന്ന് ചെയ്യുന്നത്. വീട്ടിലിരുന്ന് തുന്നിക്കൊണ്ട് വീട്ടിലിരുന്ന് അവരുടെ വീട്ടിൽ നമ്മൾ അളവും മെഷർമെന്റും കൊടുത്ത് അവർ ചെയ്തു തരും. അത് ഓവർ വർക്ക് വന്നാൽ മാത്രം. അതല്ലെങ്കിൽ ദിവസം എല്ലാം ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്യും. കാരണം നമുക്ക് നമ്മൾ തന്നെ ചെയ്തു കൊടുക്കുമ്പോൾ ഒരു തൃപ്തി നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ ഈ തയ്യലിനോടൊരു ഇഷ്ടം എപ്പോഴാണ് തുടങ്ങിയത്? സ്കൂളിൽ പഠിക്കുമ്പോഴാണോ? തയ്യലിനോട് അങ്ങനെയൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. കല്യാണമൊക്കെ കഴിഞ്ഞ് മൂത്ത കുട്ടിയായി. 2ാമത്തെ മോളെ ഗർഭിണിയായിരിക്കുമ്പോഴാണ് ജീവിത സാഹചര്യങ്ങൾ കുറെ പ്രശ്നങ്ങളൊക്കെ വന്ന് ഹസ്ബൻഡിന്റെ ജോലിയൊക്കെ പോയി നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ഞാൻ പീസ് വർക്ക് ചെയ്യാൻ തുടങ്ങി. എനിക്ക് കട്ട് ചെയ്യാൻ അറിയത്തില്ല, തയ്യൽ ഞാൻ പഠിച്ചിട്ടില്ല, ഒന്നുമില്ല. അപ്പൊ നമ്മള് ഒരു സ്ഥാപനത്തിൽ അവര് നമുക്ക് കട്ട് ചെയ്ത് തരും പീസ് വർക്ക് ചെയ്യാൻ. അപ്പോൾ ഒരു നൈറ്റിയൊക്കെ അടിച്ചാൽ 3 രൂപ 4 രൂപയ്ക്ക് അന്നുള്ളൂ. അപ്പോൾ എനിക്ക് ആദ്യം നൈറ്റിയൊക്കെ തയ്ക്കാൻ തന്നു. അവർ കാണിച്ചു തന്ന പോലെയൊക്കെ തയ്ച്ചു. പിന്നെ ഒരു ദിവസം 50 നൈറ്റിയൊക്കെ ആയി തയ്ക്കാൻ തുടങ്ങി. അത്യാവശ്യം മെഷീനൊക്കെ ചവിട്ടാൻ അറിയായിരുന്നു. എന്നാലും നമുക്ക് തുണി കട്ട് ചെയ്യാൻ അറിയത്തില്ല. മെഷീൻ ഞാൻ ചവിട്ടും, തുണി കട്ട് ചെയ്യാനൊന്നും അറിയില്ല. ഇപ്പൊ എല്ലാവരും അവർ നമ്മളെ കട്ട് ചെയ്യുന്നവർ കാണിച്ചു തരത്തൂല്ല. ആ സ്ഥാപനത്തിൽ ഇപ്പം ഒത്തിരി പേരുണ്ടെങ്കിൽ തന്നെ അവർ കട്ട് ചെയ്ത് നമുക്ക് തരുമ്പോൾ നമ്മളെ കട്ട് ചെയ്യാനല്ല ശ്രദ്ധ. നമുക്കിത് പീസ് വർക്ക് ചെയ്ത് ഒരു വൈകിട്ടാകുമ്പോൾ ഒരു എണ്ണം തയ്ക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ രാപകലിരുന്ന് അങ്ങ് കഷ്ടപ്പെട്ടു. അപ്പം അങ്ങനെ ഒരു 50 നൈറ്റിയൊക്കെ ഒരു ടാർഗറ്റ് ആക്കി ഒരു ദിവസം. കല്യാണത്തിന് മുമ്പേ ഞാൻ അങ്ങനെ യൂണിറ്റിൽ പോയി വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ തയ്യലിൻ്റെ ടച്ചൊക്കെ വിട്ടുപോയി. കല്യാണം കഴിഞ്ഞ് 2ാമത്തെ കുട്ടി ഗർഭിണിയായിരിക്കുമ്പോഴാണ് എനിക്കങ്ങനെ വീണ്ടും ഒരു മെഷീൻ മേടിക്കണം, തയ്ക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്നു. അങ്ങനെ എൻ്റെ ചേച്ചി എന്നോട് ഞാൻ പറഞ്ഞൊരു മെഷീൻ മേടിച്ചു തരുമെന്ന് ചോദിച്ചപ്പോൾ അവർ മെഷീൻ വാങ്ങിച്ചു തന്നു. ഒരു 500 രൂപയ്ക്ക് ഒരു മെഷീൻ വാങ്ങിച്ചു തന്നു. അങ്ങനെ ഞാൻ അതിട്ട് വീട്ടിലിരുന്ന് വേറെ സ്ഥാപനങ്ങളിൽ പോയി പീസ് വർക്ക് വാങ്ങിച്ചുകൊണ്ട് വരാൻ തുടങ്ങി. അവിടെ നിന്ന് 50 പീസ് 100 പീസൊക്കെ കൊണ്ടുവന്ന് അവർ പറയുന്ന സമയത്ത് ഞാൻ തയ്ച്ചു. രാത്രിയും പകലൊക്കെ ഇരുന്ന് തയ്ച്ചു. അങ്ങനെ അപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടാൻ തുടങ്ങി. ഒരു ചുരിദാറൊക്കെ തയ്ക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഏകദേശം ഐഡിയ കിട്ടാൻ തുടങ്ങിയപ്പോൾ ഞാൻ അതിൻ്റെ സ്കെച്ച് ഉണ്ടാക്കി. പേപ്പറിൽ അവർ തരുന്ന ആ തുണിയുടെ സ്കെച്ച് പറഞ്ഞ് വെട്ടിയെടുത്തു. എന്നിട്ട് ഞാൻ അത് വെച്ച് പിന്നെ ഞാൻ എനിക്ക് സ്വന്തം തയ്ച്ചു നോക്കി. അപ്പോൾ അളവ് ഇത്തിരിയൊക്കെ ആദ്യമൊക്കെ എനിക്ക് ഇത്തിരി ഷോൾഡറൊക്കെ ടൈറ്റ് വന്നു. അപ്പോൾ ഞാൻ ഓർത്ത് ഇത്തിരിയും കൂടി ഒന്ന് കൂട്ടി വെട്ടാം, ബാക്ക് ഇറക്കുമ്പോൾ കുറച്ച് കറക്റ്റ് ആവും. അങ്ങനെയൊക്കെ ഞാൻ ഒരു ഐഡിയയിൽ ചെയ്ത് കൂട്ടുകാരികൾക്ക് തയ്ച്ചു കൊടുത്തു. നമ്മുടെ അയൽവക്കത്തുള്ളവർക്ക് തയ്ച്ചു കൊടുത്തപ്പോൾ അവർക്കൊക്കെ ഓക്കെ. എല്ലാവർക്കും ഫസ്റ്റ് തയ്ച്ചപ്പോൾ തന്നെ നല്ല അഭിപ്രായം കിട്ടി എനിക്ക്. അപ്പോൾ എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. അങ്ങനെ പിന്നെ ഞാൻ സ്വന്തമായിട്ട് വെട്ടി തയ്ക്കാൻ തുടങ്ങി. എനിക്ക് എന്തോ ഒരു മെഷർമെന്റ് എല്ലാവരും എടുക്കണത് ഒരു തുണി വരച്ച് അതിലിട്ടിട്ടുണ്ടെങ്കിൽ ഒത്തിരി വരയും കുറിയൊക്കെ ഉണ്ടാവും, കുറെ അളവെടുക്കും. പക്ഷെ എനിക്കിതൊന്നും വേണ്ട. എനിക്ക് ആകെ ചെസ്റ്റ് അളവ്, ഷേപ്പ് അളവ്, ഷോൾഡറും എടുക്കാറില്ല, ഞാൻ ഹാമോളൊന്നും എടുക്കാറില്ല. അങ്ങനെ ഞാനിപ്പോൾ ഇത്രയും വർഷമായി 17 വർഷം വീട്ടിലിരുന്ന് ചെയ്തു. ഇപ്പം കട തുടങ്ങണമെന്ന് തോന്നി. അങ്ങനെ ഒരു 6 വർഷമായിട്ട് ഇപ്പം ഞാൻ NGO ക്വാർട്ടേഴ്സിൻ്റെ അവിടെ കടയിട്ടു. ദൈവാനുഗ്രഹം കൊണ്ട് നല്ല രീതിയിൽ കുഴപ്പമില്ലാണ്ട് ഞാൻ പോകുന്നുണ്ട്. ഒത്തിരി ആളുകൾ ദൂരെ നിന്ന് തന്നെ എനിക്ക് ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഫിലിപ്പൈൻസിൽ നിന്ന് ഒരു പാർട്ടിക്ക് ഞാൻ തയ്ച്ച് കൊടുത്തു വിട്ടു. അവർ ഒരു വട്ടം ഇത് മുമ്പ് തയ്ച്ചിട്ട് അവർക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് വീണ്ടും എന്നോട് ടോപ്പ് ചുരിദാറിന്റെ 3 ഉണ്ടായിരുന്നു. അപ്പൊ അളവ് ഡ്രസ് തന്നിട്ട് പോയി. അത് അവര് XL XXL അങ്ങനെ അളവ് തയ്ക്കാൻ പറയും. അവരങ്ങനെ ടൈറ്റിലിടുന്ന ആളുകളല്ല, കുറച്ച് ലൂസിലിടുന്നതാണ്. അപ്പൊ അവർക്ക് ആ ഒരു XXL ചെയ്തോളാൻ പറഞ്ഞ് അങ്ങനെ ഞാനത് എന്റെ ഐഡിയ തന്നെ ചെയ്തു കൊടുത്തു. ഫസ്റ്റ് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 2ാമത് അവിടെ നിന്ന് ഒരാൾ നാട്ടിലേക്ക് വന്നപ്പോൾ അവരുടെ അടുത്ത് വീണ്ടും പറഞ്ഞു വിട്ടു. ഞാൻ വീണ്ടും ചെയ്തു കൊടുത്തു. അപ്പൊ ഒരു ഡിസൈൻ ഒന്നും പറഞ്ഞില്ലേ? ഒന്നും പറയില്ല, എന്റെ ഇഷ്ടത്തിനങ്ങ് ചെയ്തോളാൻ പറഞ്ഞു. കാരണം ഫസ്റ്റ് ഞാൻ അവർ പറയാതെ തന്നെ എൻ്റെ ഒരു ഐഡിയയിൽ ചെയ്തു കൊടുത്തപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവർക്ക് മനസ്സിലായി നമ്മൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിലും അവരുടെ ഒരു താല്പര്യം നമുക്ക് മനസ്സിലായി. അങ്ങനെ ആ ഒരു ഇഷ്ടത്തിന് ഞാൻ ചെയ്തു കൊടുത്തു. അങ്ങനെ ഒത്തിരി പേര് നമുക്ക് ദൂരെ നിന്നൊക്കെ ഒത്തിരി കസ്റ്റമർ വരുന്നുണ്ട്. ഇതുവരെയൊക്കെ അങ്ങ് പോകുന്നു. രാവിലെ 9:30 തുറന്നാൽ രാത്രി 8:30 വരെ ഉണ്ടാവും. നമുക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഡിലേ ഇല്ല. ഇപ്പം ഇന്ന് കൊണ്ടെത്താന്നുണ്ടെങ്കിൽ നാളെ വൈകിട്ട് കൊടുക്കാൻ പറ്റി ഞാൻ കൊടുത്തിരിക്കും. നമ്മൾ 1 മാസം 2 മാസം ഒന്നും വെച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിയൊന്നുമില്ല. എത്രയും പെട്ടെന്ന് നമ്മുടെ കസ്റ്റമറുടെ വർക്ക് തീർത്തു കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് തൃപ്തി. ക്യാഷ് കിട്ടുന്നതിനേക്കാൾ ഉപരി അവരിട്ട് കണ്ടു കഴിയുമ്പോൾ അവരുടെ ഒരു തൃപ്തിയാണ് എൻ്റെ ഒരു തൃപ്തി. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ വീട്ടിൽ കൊണ്ട് ഇട്ട് നോക്കി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം ക്യാഷ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞ് വിടുള്ളൂ. കൂടുതലും ചുരിദാറാണോ തുന്നുന്നത്? ചുരിദാറുണ്ട്, ലെഹങ്കയുണ്ട്, വെഡിങ്ങിന്റെ വർക്ക് ഉണ്ട്, യൂണിഫോംസ്, അങ്ങനെ എല്ലാം. വെഡിങ്ങിന്റെ എല്ലാം നമ്മളെല്ലാ മോഡലും ചെയ്തു കൊടുക്കും. ഇപ്പം
അപ്പൊ ഈ സഹായിക്കുന്നെന്ന് പറഞ്ഞല്ലോ, അവര് രണ്ടുപേർക്കും ഇതുപോലെ വർക്ക്, അവരും ഭയങ്കര ഒരു ബുദ്ധിമുട്ടിലൊക്കെ ജീവിക്കുന്ന ആളുകൾ തന്നെയാണ്. അപ്പൊ നമ്മളെ കൊണ്ട് അവർക്കും ഒരു സഹായം, അവർക്ക് രണ്ടുപേർക്കും ഒരു ജോലി കൊടുക്കാൻ നമ്മളെ കൊണ്ടും പറ്റുന്നില്ലേ. അപ്പൊ ഞാൻ എല്ലാം കൂടെ മൊത്തം ടെൻഷൻ അടിച്ച് ചെയ്യേണ്ട, എനിക്ക് സുഖമില്ലാത്തൊരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ ഇത് രണ്ടും കൂടി എല്ലാം കൂടെ ടെൻഷൻ അടിച്ച് ചെയ്യുമ്പോൾ എനിക്ക് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ കുറച്ച് അവർക്കും കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും 10 രൂപ കിട്ടട്ടെ. അത് ഓവർ വർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കങ്ങ് കൊടുക്കും. ശരി, അവർ സമയത്ത് തുന്നി തന്നു. സമയത്ത് നമ്മൾ ഇന്ന് നാളെ വേണമെന്ന് പറഞ്ഞാൽ അവർ കറക്റ്റ് നമുക്ക് ആ സമയത്ത് തന്നെ അവരെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു തരും. അപ്പോൾ അതൊരു 17 വർഷമായിട്ട് എൻ്റെ കൂടെ ഒരു പുള്ളിക്കാരി ഉണ്ട്, 3-4 വർഷമായിട്ട് ഒരാളും കൂടെ എൻ്റെ കൂടെ ഉണ്ട്. അങ്ങനെ രണ്ടുപേരും വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം സുലു ഇങ്ങനെ ഡിസൈൻസ് ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? എന്തെങ്കിലും നോക്കി മാഗസീൻസ് ഒക്കെ നോക്കിയാണോ? ഒന്നുമില്ല, എൻ്റെ മനസ്സിൽ ഒരു തുണി എടുത്തിട്ട് കഴിഞ്ഞാൽ അത് ഏത് ഡിസൈൻ ചെയ്യണമെന്ന് അപ്പം എൻ്റെ മനസ്സിൽ തോന്നുന്നത് അവൾ ചെയ്യും. ചിലപ്പോൾ അത് നെക്കൊക്കെ എന്താ പറയുക, ആ തുണി വെട്ടുന്നിടം വരെ എനിക്കൊരു ഐഡിയ ഉണ്ടാവില്ല. പക്ഷെ തയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നെക്ക് ഡിസൈൻ പിന്നെ അത് എൻ്റെ ഐഡിയയിൽ ഞാനങ്ങ് ചെയ്യും. ഇപ്പൊ എന്റെ മകള് ഫാഷൻ ഡിസൈനിങ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവളുടെ പഠിത്തം ഇപ്പൊ തീരാറായി കഴിഞ്ഞിട്ടുണ്ട്, ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. അവളും ഇതേ ഫീൽഡിൽ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അവളും എന്നോട് ചോദിക്കാറൊന്നുമില്ല, ഒരു ഡ്രസ്സ് തയ്ക്കണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാറില്ല. അവളുടെ ഇഷ്ടത്തിന് അവള് തന്നെ നല്ല മോഡൽ തയ്ക്കാറുണ്ട്. ഞാൻ പോലും ചെയ്യാത്ത മോഡൽ അവള് ചെയ്തിട്ടുണ്ട്. ഉടുപ്പ് തുന്നുമ്പം എംബ്രോയിഡറി വർക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു, ഹാൻഡ് വർക്ക് ഉണ്ടെങ്കിൽ എന്റെ മകളെ കൊണ്ട് ഞാൻ ചെയ്യിക്കും. അത് പറഞ്ഞു കൊടുത്താൽ അവൾ അതുപോലെ ചെയ്തു തരും. എനിക്ക് എല്ലാം കൂടെ ചെയ്യാൻ സമയം കിട്ടത്തില്ലല്ലോ. വീട്ടിലെ കാര്യങ്ങൾ നോക്കണല്ലോ. വീട്ടിലെ കാര്യം വെളുപ്പിന് എഴുന്നേറ്റ് വീട്ടിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് അവരുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പോന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ ചെല്ലണത് രാത്രി 9 മണി 9:30 ആവും. അടുത്താണോ വീട്? ഇവിടെ നിന്ന് 5 കിലോമീറ്റർ പോകണം. പിന്നെ ഹസ്ബൻഡ് ആണെങ്കിൽ നല്ല സപ്പോർട്ടിങ് ആണ്. എന്ത് കാര്യത്തിനാണെങ്കിലും ഇപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റാത്ത വർക്കെല്ലാം ഞാൻ ചെയ്യുമ്പോഴേക്കും ചെല്ലുമ്പോഴേക്കും പുള്ളി തീർത്ത് വെച്ചിട്ടുണ്ടാവും. പുള്ളിയുടെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഇതുവരെ ഇങ്ങനെ നിൽക്കാൻ പറ്റിയത്. അത് വളരെ കല്യാണം കഴിഞ്ഞ നാളിൽ ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനോ പുറം ലോകമായിട്ടൊരു ബന്ധമില്ലാത്തൊരു ജീവിതമായിരുന്നു എന്റെയൊക്കെ ശരിക്കും. ഇക്കാക്ക് ഇഷ്ടമല്ലായിരുന്നു പുറത്ത് ജോലിക്ക് പോണതും കൂടുതൽ ആളുകളായിട്ട് ഇടപെടുന്നതും പുള്ളിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു. പിന്നെ അങ്ങ് കാരണം നമ്മുടെ ജീവിത സാഹചര്യം കൊണ്ട് നമുക്ക് ഇറങ്ങേണ്ടി വന്നപ്പോ ഞാൻ പറഞ്ഞു, അദ്ദേഹം ആ ഡ്രൈവറായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പുള്ളി അവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ട് ഇപ്പൊ 20-21 വർഷമായി. അതിനുശേഷം ടാക്സി ഓടിക്കാൻ തുടങ്ങി. പിന്നെ കൊറോണയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതൊക്കെ കൊടുത്തു കളഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടിലായി പോയി. വീടൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൊടുക്കേണ്ടി വന്നു. അങ്ങനെ ഇപ്പം പോകുന്നു, കുഴപ്പമില്ലാണ്ടങ്ങ് പോകുന്നു. ഇപ്പൊ ഹസ്ബൻഡ് ഡ്രൈവറാണ്, ഡോക്ടറുടെ വണ്ടി ഓടിക്കുന്നു. പുള്ളിക്ക് ഡ്രൈവർ ഫീൽഡാണ് ഇഷ്ടം. നേരത്തെ മുതൽ അങ്ങനെ തന്നെയായിരുന്നു. അപ്പം നമുക്കറിയാവുന്ന ഒരു സ്കില്ല് ഒട്ടുമിക്ക സ്ത്രീകളും ഇപ്പൊ എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ അതിനെ ഡെവലപ്പ് ചെയ്ത് എടുക്കാന്ന് ആരും ചിന്തിക്കണില്ല. വീട്ടിലിരുന്നിട്ട് വെറുതെ സമയം കളയാണ്. ഇപ്പൊ കുറെയൊക്കെ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. കാരണം അച്ചാറിന്റെ പരിപാടി അതുപോലെയുള്ള പരിപാടികളൊക്കെ ചെയ്ത് ഒത്തിരി പേര്. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, പുള്ളിക്കാരിയുടെ ജീവിതം വല്ലാത്തൊരു ജീവിതമായിരുന്നു. ഒരിക്കലും പുറലോകം കാണാൻ ഭർത്താവ് അനുവദിച്ചിരുന്നില്ല. അങ്ങനെ ഒരു ജീവിതത്തിനിടയ്ക്ക് അവൾക്ക് കൊറോണയ്ക്ക് ഇയാൾ മരിച്ചുപോയി. ഈ ഹസ്ബൻഡ് മരിച്ചുപോയി കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങോട്ട് അവളുടെ ജീവിതം വഴിമുട്ടി. 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് എങ്ങോട്ട് പോകണം എന്നൊരവസ്ഥ. അങ്ങനെ വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ സുലു ഞാൻ എന്ത് ചെയ്യണം, ആകെ ബുദ്ധിമുട്ടില്ല. ഞാൻ പറഞ്ഞു, ഇങ്ങനെ വീട്ടിലിരുന്നാൽ പറ്റത്തില്ല, പുറത്തേക്ക് ഇറങ്ങണം, നിന്റേതായ കഴിവ് നീ എടുക്കുക. അങ്ങനെ അച്ചാറിന്റെ പരിപാടി തുടങ്ങി, തയ്യൽ ക്ലാസ് തുടങ്ങി. ഇന്നിപ്പോൾ അവൾ ദൈവാനുഗ്രഹം കൊണ്ട് നല്ല രീതിയിൽ അവൾ ജീവിക്കുന്നുണ്ട്. ഇപ്പോൾ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചു. എന്തിനും ഞാൻ നല്ല സപ്പോർട്ട് അവൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇന്നും അവൾ എപ്പോഴും എല്ലാവരുടെ മുമ്പിൽ പറയും, സുലു കാരണമാണ് ഞാൻ ഇന്ന് ഇങ്ങനെ നിൽക്കുന്നത്. ഞാൻ അങ്ങനെയാണ്. കാരണം എന്നെ പോലെ തന്നെ എല്ലാവരും ജീവിക്കട്ടെ. നമ്മൾ നല്ല രീതിയിലുള്ള ഒരു ജീവിതമാണെങ്കിൽ നമുക്ക് പുറത്ത് എവിടെ പോയി പണിയെടുക്കണേനും ഏത് പാതിരാത്രി എവിടെ പോകണേനും നമുക്ക് പേടിക്കണ്ട. നമ്മുടെ പോകുന്ന വഴി നന്നായിരിക്കണം. അത് നമ്മൾ ദുരുദ്ദേശം വെച്ച് അല്ലെങ്കിൽ വേറെ വഴിക്ക് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഇതിലെത്താൻ പറ്റില്ല. അത് എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചതാണത്. ഒരുപാട് പേർക്ക് നമ്മൾ എല്ലാ ഹെൽപ്പും നമ്മൾ ചെയ്തു കൊടുക്കും. ഒരു വാക്ക് മതി ചിലർക്ക്. സത്യം, എത്രയോ പേര് അതിൽ നിന്നൊക്കെ എൻ്റെ അടുത്ത് തന്നെ വന്നിട്ടുണ്ട്. നീ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ ഹെൽപ്പും ചെയ്യാറുണ്ട്. ഇപ്പൊ ചാരിറ്റി ചെയ്യാറുണ്ട് ഞാൻ. ഒത്തിരി രോഗികളുടെ അടുത്ത് നമ്മൾ വീട് വെച്ച് കൊടുക്കാനാണെങ്കിലും പെൺകുട്ടികളെ കെട്ടിക്കാനാണെങ്കിലും മറ്റുള്ളവരുടെ കൂടെ നിന്ന് നമ്മൾ അവരുടെ നിന്ന് വാങ്ങിച്ച് കൊണ്ടുപോയി ഞാൻ അങ്ങനെ ഒരാളാ. കുറെ നാളായിട്ട് എൻ്റെ സ്കൂളിലെ ഫ്രണ്ട്സിന്റെ കൂടെ അവരെവിടെയെങ്കിലും പോകാൻ ഞാൻ പറയും, ഇങ്ങനെ സുഖമില്ലാത്തൊരു പാർട്ടിൻ്റെ എൻ്റെ കൂടെ ഒന്ന് വാന്ന് പറയുമ്പോൾ അവരെ വിളിച്ച് ഞാൻ കൊണ്ടുപോകും. അവിടെ ചെന്ന് ഞങ്ങൾ അവരായിട്ട് സംസാരിച്ചിട്ട് അവർക്ക് അർഹതപ്പെട്ടവരാണെങ്കിൽ ഞങ്ങൾ എല്ലാവരിൽ നിന്നും പറഞ്ഞ് മേടിച്ച് അവർക്ക് കൊടുത്ത്. ഇപ്പൊ ഈ 2 ക്യാൻസർ പേഷ്യന്റ് സുഖമില്ലാണ്ട് ഒരു വീട്ടിലിരിപ്പുണ്ട്. അവർക്ക് ഞങ്ങളൊരു കടമുറി പണിത് കൊടുത്തു, ഒരു പലചരക്കട തുടങ്ങി കൊടുത്തു. ഇന്ന് അവർ നന്നായി ജീവിക്കുന്നു. ഒരു വീടില്ലാത്തവർക്ക് വീട്, ഒരാൾ 5 സെന്റ് സ്ഥലം തന്നു. അതിന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും എല്ലാം ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്ത്. അങ്ങനെയൊക്കെ ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. കടയിൽ മാത്രമല്ല ഇരിക്കുന്നത്. പക്ഷെ അതിനൊന്നും എനിക്ക് ഹസ്ബൻഡ് തടസ്സം നിൽക്കില്ല. നല്ല കാര്യങ്ങൾ ചെയ്യാൻ അതാണ് നമ്മുടെ എല്ലാവർക്കും പറ്റുന്ന ഒരു സംഭവം. സ്ത്രീകൾക്ക് പൊതുവെ സപ്പോർട്ടിങ് ഇല്ലാത്തതാണ് അവരുടെ ഒരു വിഷയം.
ഏതൊരു സ്ത്രീനെയും അവരുടെ ഭർത്താവ് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ അവർക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല രീതിയിൽ പോരാം. കാരണം എന്ത് കാര്യത്തിനും ഭർത്താവിൻ്റെ മുമ്പിൽ കൈ നീട്ടണ്ടേ. അതാണ് ഏറ്റവും വലിയ, എനിക്കൊക്കെ ഒരുപാട് വിഷമമുള്ള കാര്യമായിരുന്നു അതൊക്കെ. കാരണം നമുക്കൊക്കെ അവർ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഒരു 10 രൂപ തരുമോ, ഒരു 50 രൂപ തരുമോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി ഇങ്ങനെ നിൽക്കുമ്പോൾ അവർക്കും ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ അവരുടെയും ഒരു ഇഷ്ടക്കുറവ് നമുക്ക് കാണാൻ പറ്റും. ഉണ്ടെങ്കിൽ നമുക്ക് വിഷയമില്ല, ഉണ്ടെങ്കിൽ രാജകുമാരിനെ പോലെ നമുക്ക് ജീവിക്കാം. പക്ഷെ ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ അവർക്ക് നടത്തി തന്നെ പറ്റാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, അനിഷ്ടമൊക്കെ നമുക്ക് കാണേണ്ടി വരുമ്പോൾ ഒരു സങ്കടമാണ്. അങ്ങനെയാണ് ഇന്നിപ്പോൾ നമുക്ക് വരുമാനമുണ്ട്, നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്താ പറയുക, മനസ്സിൽ വിചാരിച്ച് നമുക്ക് വലിയ സംഭവം ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും നമ്മുടെ കാര്യങ്ങളും കടത്തി പോകാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ മക്കളെ പഠിപ്പിച്ചു, മോൻ ഗ്രാഫിക് ഡിസൈനറായിട്ട് ബാംഗ്ലൂർ വർക്ക് ചെയ്യാണ്, മോള് ഫാഷൻ ഡിസൈനറാണ്. അങ്ങനെ പോകുന്നു, കുഴപ്പമൊന്നുമില്ല. ഞാൻ എല്ലാവരും പറയുന്നതിന് എല്ലാ സ്ത്രീകളും കഴിവുകൾ പുറത്തേക്ക് എടുക്കുക, അവരെ കൊണ്ട് ആകുന്നത് പോലെ. ഇപ്പൊ എന്ത് പരിപാടി തുടങ്ങിയാലും നമുക്ക് വിജയിച്ചു പോകും. കാരണം നമ്മുടെ ഈ കാലഘട്ടം അങ്ങനെയാണ്, ഹൈടെക് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പരിപാടി തുടങ്ങിയാലും അത് വിജയിച്ചു പോകുന്നുള്ള ഒരു സംശയമില്ല. അതിന് അതിൻ്റെതായ ഒരു എഫേർട്ട് എടുക്കണം. അതാണ് നമുക്ക് പ്രയത്നിക്കാൻ ഒരു മനസ്സുണ്ടാവും. അങ്ങനെയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ നടപടി ആകൂല. നമ്മുടെ എത്ര രോഗിയാണെങ്കിലും, എനിക്ക് വയ്യാണ്ടായിട്ട് ഇപ്പൊ ഒരു 10-14 വർഷമായി, എനിക്ക് കിഡ്നിക്ക് പ്രശ്നമുള്ള ആളാണ് എങ്കിൽ പോലും ഞാൻ അതിനൊന്നും ഭവിക്കാറില്ല. രോഗിയാണെന്ന് പറഞ്ഞ് മാറിയിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. കാരണം എനിക്ക് വേറെ കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അപ്പൊ അതവിടെ ഒരു വശത്ത് അങ്ങ് കിടക്കും. മരുന്ന് കഴിക്കുന്നുണ്ട്, ചെക്കപ്പിന് പോകുന്നുണ്ട്, അത് അതിന്റെ വഴിക്ക് പോയിക്കോളൂ. എന്നാലും എന്നെ ദൈവാനുഗ്രഹം കൊണ്ട് ഇന്ന് വരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുമോ, വേറെ പ്രശ്നങ്ങളിലേക്കൊന്നും പോയിട്ടില്ല. അതങ്ങനെ അങ്ങ് പോകുന്നുണ്ട്. ഞാൻ ആ ഒരു രോഗിയാണെന്നുള്ള മൈൻഡ് എൻ്റെ ഇല്ല. ഞാൻ അങ്ങനത്തെ രോഗിയാണെന്ന് ഞാൻ സങ്കല്പിച്ചിട്ടുമില്ല. ഇപ്പൊ എല്ലാവർക്കും ജലദോഷവും പനി വരുന്ന പോലെ വല്ലപ്പോഴും എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ നേരെ മരുന്ന് മേടിക്കും, കഴിക്കും, അത്രേ ഉള്ളൂ. അതല്ലാതെ എനിക്ക് വേറെയും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ മക്കളൊക്കെ വളർന്ന് വലുതായില്ലേ, ഇനി അവർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാനുണ്ട്, ചെയ്യണം. ഇൻഷാ അല്ലാ അത് നല്ല രീതിയിൽ പോകണം എന്ന് തന്നെയാണ് ആഗ്രഹം. അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ ഈ ചുരിദാർ, ബ്ലൗസ് എല്ലാം തുന്നുമല്ലോ അല്ലേ? ബ്ലൗസും ചുരിദാറും ഒക്കെ ഞാൻ തുന്നും. അതായത് ലേഡീസ് ഐറ്റംസും തുന്നും, ജെന്റ്സിന്റെയും തുന്നും, പാന്റും ഷർട്ടും ഒക്കെ നമ്മൾ തന്നെ ചെയ്യുന്നുണ്ട്. ശരി. അല്ല, സാധാരണ എനിക്ക് തോന്നിയത് സ്ത്രീകളുടെ അടുത്താണ് നിങ്ങൾ പാൻസ് ഒക്കെ കൊണ്ടു തരുമോ? പിന്നെന്താ, ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഇവര് ആണുങ്ങൾ ചെയ്യുന്ന അതുപോലെ തന്നെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇഷ്ടം പോലെ ആൾക്കാർ നമ്മളുടെ അടുത്ത് തുന്നാൻ വരുന്നുണ്ട്. അപ്പൊ അളവ് പാൻസ് കൊണ്ടു തന്നിട്ട് അവരുടെ ഡ്രസ്സ് ഞാൻ പറയും. കാരണം ചിലപ്പോൾ നമ്മളെക്കാളെ ഹൈറ്റ് ഉള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് അളവ് എടുക്കുമ്പോൾ പറ്റത്തില്ല. ഞാൻ പറയും നിങ്ങളുടെ കറക്റ്റ് അളവ് ഷർട്ടും പാന്റും കൊണ്ടു തന്നാൽ നമ്മൾ അതുപോലെ തന്നെ ചെയ്തു കൊടുക്കാം. അപ്പൊ പറയുന്ന സമയത്തിന് മുമ്പേ നമ്മൾ കൊടുക്കും. അതാണ് എനിക്ക് കസ്റ്റമർ ഉള്ളത്. അതാണ് മെയിൻ ആയിട്ട്. അവര് വിചാരിക്കുന്നതിനേക്കാൾ 10-ാം തീയതി പറഞ്ഞാൽ ഞാൻ 8-ാം തീയതി സാധനം കൊടുത്തിരിക്കും. ചിലപ്പോൾ 2-ാം തീയതിയാണ് പറയണമെങ്കിൽ ഞാൻ 1-ാം തീയതി തന്നെ സാധനം കൊടുക്കുക. എപ്പോഴും ഞാൻ മുന്നിലേ കൊടുക്കാറുള്ളൂ. പിന്നെ ഈ ഓൾട്ടറേഷനൊക്കെ കൂടുതൽ വരും, തിരക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ മാത്രമേ ചിലപ്പോൾ 1-2 ദിവസം അങ്ങ് മാറിപ്പോകത്തുള്ളൂ. മാക്സിമം ഞാൻ നേരത്തെ കൊടുക്കും. എനിക്ക് അതാണ് താല്പര്യം. കാരണം വെച്ചാൽ ഞാനും ഇതേപോലെ ഓരോരുത്തരുടെ തയ്ക്കാൻ കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ 1 മാസം 2 മാസം കഴിഞ്ഞാൽ നമുക്ക് കിട്ടാറില്ല. മാനസികമായിട്ട് നമുക്ക് പരിപാടിക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മിക്കവാറും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ നമുക്ക് ഉള്ളിലൊരു വിഷമം ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ എല്ലാവരും ചിന്തിക്കണം അങ്ങനെ തന്നെയല്ലേ. അതുകൊണ്ട് നമ്മൾ ആ കിട്ടുന്നത് ആകെ മാക്സിമം വർക്ക് തീർത്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ. അതുകൊണ്ട് എനിക്ക് കസ്റ്റമറും ഉണ്ട്. കട എന്ന് പറയുന്നത് റെന്റിനല്ലേ? അത് റെന്റിനാണ്. അത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. എനിക്കൊരു കട എടുക്കണമെന്നും തയ്ക്കണമെന്നൊക്കെ ഒരു ആഗ്രഹമായിരുന്നു. അത് നടന്നു. എത്ര മെഷീൻ ഉണ്ട് തുന്നാൻ? ഓൾറെഡി ഇപ്പൊ എനിക്ക് 1 വീട്ടിലും ഉണ്ട്, 1 കടയിലും ഉണ്ട്. പിന്നെ സ്റ്റാഫ് ഉണ്ടല്ലോ, അവരുടെ വീട്ടിൽ അവർ ചെയ്യുന്നുണ്ട്. പണ്ടൊക്കെ നമ്മളിങ്ങനെ ചവിട്ടി തന്നെയാണല്ലേ തുന്നിക്കൊണ്ടിരുന്നത്. ഇപ്പൊ കറണ്ടിലൊക്കെ അല്ലേ തുന്നുന്നത്? ഇപ്പൊ കറണ്ടിലാണ്. അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഇല്ലേ? പിന്നെ സ്പീഡ് കൂടുതലല്ലേ. മറ്റത് ഞാൻ യൂണിറ്റ് ഒക്കെ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് 3 സ്റ്റാഫ് ഉണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ യൂണിറ്റ് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ തയ്ക്കണ പഴയ ചെറിയ മെഷീനായിരുന്നു. അതിൽ ചവിട്ടി തയ്ച്ചിട്ട് വേണം മുന്നോട്ട് കൊണ്ട്. അപ്പൊ നമുക്ക് ശാരീരികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് ഉണ്ടാവും. ഇപ്പൊ ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ നല്ല സ്പീഡുള്ള മെഷീനാണ്. അതിൽ 1 തയ്ക്കുമ്പോൾ ഇതിൽ 3 തയ്ക്കാം. ആ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ ഓരോ ദിവസം തയ്ക്കുന്നവർ നമ്മൾ ഓരോ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഓരോന്നിനെ പറ്റി. അപ്പൊ അതിൻ്റെതായ വ്യത്യാസമുണ്ട്. എന്തായാലും മെഷീനിൽ എംബ്രോയിഡറി ചെയ്യാറുണ്ടോ? മെഷീൻ എംബ്രോയിഡറി ഞാൻ ചെയ്യില്ല. അതിനുള്ള സമയം എനിക്കില്ല. അപ്പൊ അത് കൈകൊണ്ടാണ് മോള് തുന്നി തരുന്നത്? അത് മോള് ആരി വർക്കും കൈകൊണ്ട് തന്നെ ത്രെഡ് വർക്കൊക്കെ ചെയ്തോളും. അത് വീട്ടിലിരുന്ന് ചെയ്തു തരും. ഇതല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യും? ഇതല്ലാതെ ഞാൻ ഇപ്പൊ ചെയ്യുന്നില്ല. ഞാൻ നേരത്തെ തട്ടുകട നടത്തിയിട്ടുണ്ട്, ഹോസ്റ്റൽ നടത്തിയിട്ടുണ്ട്. തട്ടുകട കാക്കനാട് സ്റ്റാൻഡിൽ ഞാൻ തട്ടുകട നടത്തിയിട്ടുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അത് അതിനോടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് കാരണമാണ് അങ്ങനെ തുടങ്ങിയത്. അപ്പൊ അത് കുറച്ചായി കഴിഞ്ഞപ്പം ഹസ്ബൻഡിന് അതിനോട് വലിയ താല്പര്യം. കാരണം ഒരു സമയം നമുക്ക് ഒരു റെസ്റ്റ് ഇല്ലാത്തുള്ളൊരു പണി. രാവിലെ മുതൽ എല്ലാം റെഡിയാക്കി അവിടെ കൊണ്ടുപോയി അത് കഴിഞ്ഞ് രാത്രി 2 മണിക്കൊക്കെ വന്ന് ഉറക്കവും കിട്ടുന്നില്ല. രാത്രി 2 മണിയൊക്കെ കിട്ടണമെങ്കിൽ രാത്രിയാണല്ലോ കൂടുതൽ നമുക്ക് കിട്ടുള്ളൂ. പകലത്തെ സമയം കച്ചവടം കുറവാണ്. അപ്പൊ 7 മണിക്ക് ശേഷമാണ് കച്ചവടം. അപ്പൊ ഞാനത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്തു പോകുന്നു. പുള്ളിക്ക് അത് ഉറക്കുളയ്ക്കലും എല്ലാം ബുദ്ധിമുട്ടായപ്പോ അത് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഹോസ്റ്റൽ നടത്തി, ക്യാൻറ്റീനെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. 150 പിള്ളേർക്ക് ഡെയിലി ഫുഡ് കൊടുക്കണം. അതും നല്ലപോലെ എൻജോയ് ചെയ്ത് തന്നെ പോകുന്നു.
പിന്നെ അത് സ്വന്തമായിട്ട് അവർക്ക് തന്നെ അത് നടത്തണമെന്ന് പറയുമ്പോൾ പിന്നെ ഞാനത് മാറിക്കൊടുത്തു. ശരി. അങ്ങനെ ചെയ്യാത്ത പണികളൊന്നും ഇല്ല, ഒരു തവണ എല്ലാ പണിയും ചെയ്തിട്ട്. ഇതിപ്പം ഞാൻ ചെയ്യുന്ന എൻ്റെ ജോലി തയ്യൽ എൻ്റെ ഒരു പാഷനാണ്. നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഞാനത് ചെയ്യുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. രാവിലെ എഴുന്നേറ്റിട്ട് എനിക്ക് എങ്ങനെയെങ്കിലും കടയിലേക്ക് വരണം, വർക്ക് തീർക്കണം എന്നുള്ള ഒറ്റ മൈൻഡ്. പിന്നെ ഞാൻ ഫ്ലാറ്റുകളിൽ പോയി വർക്ക് എടുക്കുന്നുണ്ട്. അത് അവർ കസ്റ്റമർ വിളിക്കുമ്പോൾ ഞാൻ പോയി അവിടെ ചെന്ന് മെഷർമെന്റ് എടുത്ത് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് തയ്ച്ച് കൊണ്ട് അവർക്ക് കൊടുക്കും. നമുക്കൊരു സ്കില്ലുണ്ട്, ഒരു കഴിവുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റിനെ നമുക്ക് നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ടി ഒരു തൊഴിലാക്കി മാറ്റിയെടുക്കാം. നമുക്കത് എല്ലാ തരത്തിലും നമുക്കത് നല്ലതാണത്. നമുക്ക് ആ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് കിട്ടിയ ഗുണം എന്ന് പറയുന്നത് നല്ല കസ്റ്റമർ, എനിക്ക് കൂടപ്പുറപ്പിനെ പോലെ എൻ്റെ അച്ഛനെ പോലെ അമ്മയെ പോലെ എനിക്ക് ഒരുപാട് ആളുകളെ എനിക്ക് കിട്ടി. ഒരുപാട് പ്രശ്നങ്ങളിൽ അവനെ ചേർത്ത് പിടിച്ച് ഞാൻ പോലും അറിയാണ്ട് എന്നെ അവരെൻ്റെ അക്കൗണ്ടിലേക്ക് പണം അയച്ചതെന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എനിക്ക് മറക്കാൻ പറ്റില്ല. ഇതൊക്കെ ഇതിൽ വന്നുകൊണ്ട് കിട്ടിയതാണെന്താ. അതാണ് മനുഷ്യർ പരസ്പരം സ്നേഹിക്കുകയും സഹകരിക്കുകയും അല്ലേ. സത്യമാണ്. അത് ഭയങ്കര ഒരു അനുഭവം. അത് ജീവിതത്തിൽ അതൊക്കെ വലിയൊരു എഫേർട്ട്, നല്ലൊരു സംഭവം തന്നെയാണത്. നമുക്ക് നല്ല നല്ല ആളുകളെ പരിചയം, എല്ലാ ഫീൽഡിലുള്ള ആളുകളെ, രാഷ്ട്രീയത്തിന്റെ ആണെങ്കിലും സിനിമാ ഫീൽഡിലാണെങ്കിലും എല്ലാ മേഖലയിലുള്ള ആളുകളെ പരിചയപ്പെടാനും കൂടെ നമ്മളെ ചേർത്തവർ നിർത്തുന്നുണ്ട്. അത് എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല. എൻ്റെ അടുത്ത് എന്തോ എല്ലാവർക്കും പ്രത്യേക ഒരു ഇഷ്ടമുണ്ട് എല്ലാവരോടും. അല്ല, അപ്പൊ നമ്മള് ഒരാളോട് നന്നായി പെരുമാറിയാൽ അത് തിരിച്ചും നമുക്ക് കിട്ടുമല്ലോ. നമ്മ അങ്ങോട്ട് കൊടുത്താലേ നമുക്ക് തിരിച്ചിങ്ങോട്ട് കിട്ടുള്ളൂ എന്ന് എനിക്കറിയാം. നമ്മ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ടെങ്കിൽ ജാടയും കാണിച്ചു തന്നെ ആരും മൈൻഡ് ചെയ്യില്ല. ഒരു ചിരി മതി. എന്തിനാ നമ്മൾ കൂടുതൽ കൊടുക്കുന്നത്? ഒന്ന് ചിരിച്ച് കാണിച്ചാൽ മതി. അവർക്ക് നമ്മളുടെ അടുത്ത് പോകില്ല ആ കസ്റ്റമർ. ഇപ്പൊ അവര് നമ്മൾ തയ്ച്ചു കൊടുത്തു, എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വന്നാൽ തന്നെ ചിലപ്പോൾ അവർ വീട്ടിൽ നിന്ന് അവിടെ ചെന്ന് വലിച്ചെറിയാന്നൊക്കെ ഉള്ള ഒരു മൈൻഡിലായിരിക്കും വരുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് കൂളായിട്ട് ഹാൻഡിൽ ചെയ്യും. അത് ആ ചിരിച്ച് ഇപ്പൊ നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കണേ, ഞാൻ ശരിയാക്കി തരാന്നൊക്കെ പറഞ്ഞാൽ അവരുടെ മൈൻഡൊക്കെ മാറിപ്പോവും. അപ്പൊ ആ വന്ന ആളുകളാവില്ല തിരിച്ചു പോണത്. അങ്ങനെയൊക്കെ ഒത്തിരി നല്ല ഗുണങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒത്തിരി ആളുകളെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതാണ്, നല്ല ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്, നല്ല മൈൻഡിലുള്ള ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. എല്ലാ ജീവിതത്തിൽ നമുക്ക് അതല്ലേ വേണ്ടത്. അതെ, സ്നേഹം, പരിഗണന. എവിടെ ചെന്നാലും ഏതെങ്കിലും ഒരു കോണിൽ നമ്മളെ അറിയുന്നവരുണ്ടാവും, ഓടി വരും നമ്മുടെ അടുത്ത്. നല്ല അത് ആ സ്നേഹം അവരും എന്തായാലും പങ്കിടും. അത് അനുഭവിച്ചറിഞ്ഞതാണ് ഞാൻ. എനിക്കതുകൊണ്ട് ഈ ഒരു ഫീൽഡ് വിട്ട് പോകാൻ തയ്യാറല്ല. ഞാൻ മരണം വരെ എനിക്ക് ഈ ഒരു ഫീൽഡുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ ഇഷ്ടം. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുമല്ല കേട്ടോ, എൻ്റെ മകൾ ഇത് പഠിച്ചതും അവൾക്ക് തന്നെ കിട്ടിയൊരു സ്കില്ലാണ്. അവളത് നല്ലതുപോലെ അവൾ എൻജോയ് ചെയ്ത് ചെയ്യുന്നുണ്ട്. +2 കഴിഞ്ഞപ്പോൾ തന്നെ അവള് ഫാഷൻ ഡിസൈനിങ്ങിന്റെ കോഴ്സ്, ഡിപ്ലോമ കോഴ്സ് എടുത്തു. ഇപ്പൊ ഏതാണ്ട് തീരാറായിട്ടുണ്ട്. അവളെ ആ ഒരു ഫീൽഡിലേക്ക് തന്നെ വിടണമെന്നാണ് ആഗ്രഹം. മകനും ഡിസൈനിങ് തന്നെ, മകൻ ഗ്രാഫിക് ഡിസൈനറാണ്. ഇപ്പൊ ഈ തയ്യൽ ജീവിതത്തിനിടയ്ക്ക് മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? മറക്കാനാവാത്തൊരു അനുഭവം ഉണ്ടായത് ഒരു കസ്റ്റമറുടെ തിരക്ക് പിടിച്ച ഒരു വർക്കായിരുന്നു. കൊണ്ടുവന്ന് തന്നിട്ട് ഒരു 4-5 ദിവസം എനിക്ക് ഗ്യാപ്പ് ഉണ്ടായുള്ളൂ. ഒരു വെഡിങ്ങിന്റെ വർക്കായിരുന്നു. അപ്പൊ അതൊരു അറബിക് ലാച്ചാന്ന് പറയുന്ന സംഭവമായിരുന്നു. എനിക്ക് എന്തോ ടെൻഷനായിരുന്നു, എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. എന്റെ മൈൻഡ് മൊത്തം കട്ടായിരുന്നു. വിരിച്ചിട്ടിട്ട് അതിന്റെ ഡിസൈൻ ഒന്നും നോക്കാതെ തുണി കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ മാറിപ്പോയി. ഡിസൈൻ തമ്മിൽ അങ്ങ് മാറിപ്പോയി. തല തിരിഞ്ഞു പോയി. മേളിലേക്ക് വരേണ്ട ഡിസൈൻ താഴേക്കായി പോയി. നമ്മളൊരു തുണി വിരിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലവ് ചിഹ്നം ആണെങ്കിൽ ആ ലവ് ചിഹ്നത്തിന്റെ ആ ഷാർപ്പായിട്ടിരിക്കുന്ന സംഭവം താഴേക്കല്ലേ വരണ്ടേ, അതും മേളിലേക്ക്. നമ്മൾ വെട്ടിക്കഴിഞ്ഞ് എല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് ലൈനിങ് ഇട്ട് തയ്ക്കാൻ നോക്കുമ്പോഴാണ് അയ്യോ ഇങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി, ഇനി ഇത് എന്ത് ചെയ്യും. അപ്പൊ ഞാൻ അവിടെ ഇരുന്ന് സമാധാനമായിട്ട് എൻ്റെ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ ആലോചിച്ചു, ഇതിലെന്ത് ചെയ്യാൻ പറ്റും, ഇനി ഇത് ഇവരോട് കസ്റ്റമറോട് എങ്ങനെ വിളിച്ച് പറയും, ഇത് എവിടെന്ന് മേടിക്കും, തുണി അവരെവിടെന്നാ വാങ്ങിയെന്ന് അറിഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവര് വാങ്ങിച്ചത് തൃശ്ശൂരിൽ നിന്നാണ്. എനിക്കിപ്പോ ഇതിനു വേണ്ടി തൃശ്ശൂർക്ക് പോയി തപ്പൽ നടക്കൂല. ഞാൻ എന്നിട്ട് ഈ തുണി കൊണ്ട് ഞാൻ എറണാകുളത്ത് ഒരുവിധമുള്ള എല്ലാ കടകളിലും പോയി. ഈ തുണിയേ ഇല്ല, ഒരു ഡിസൈനും ഇല്ല, തുണിയില്ല, ഒന്നുമില്ല. ആ സ്റ്റെപ്പ് നമുക്ക് കിട്ടണം, സെയിം മെറ്റീരിയൽ കിട്ടണം. കാരണം അവരൊരു വെഡിങ്ങിന് എടുത്തേക്കണെയാണ്, എല്ലാവരും കൂടി കളർ കോമ്പിനേഷൻ എടുത്തേക്കണെയാണ്. ആ സംഭവം മാറിക്കഴിഞ്ഞ പണിയായില്ലേ. അപ്പൊ ഞാൻ ഒരുവിധമുള്ള എല്ലാ കടകളിലും പോയിട്ട് കിട്ടാതെ ആയപ്പോ ഞാൻ അത് സമാധാനത്തിൽ വന്നിരുന്ന് ആലോചിച്ചു, ഇതിനകത്ത് ഇനി എന്ത് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ആ സംഭവം നേരെ അങ്ങനെ തന്നെ വെച്ചിട്ട് ആ സെയിം തന്നെ കളറിലെ തുണി പ്ലെയിൻ കളർ വാങ്ങി. പോരാതെ വന്ന നമ്മൾ വെട്ടിയത് എവിടെയാണോ മിസ്റ്റേക്ക് വന്നേക്കുന്നത് നമ്മൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റ് ചെയ്തിട്ട് തിരിച്ച് ആ സെയിം തുണിയും കൂടി സെന്ററിൽ കയറ്റി ഇത് സൈഡിൽ കയറ്റി അതൊരു മോഡലാക്കി ഞാൻ അവർ ഉദ്ദേശിച്ചാലും ഭംഗിയാക്കി കൊടുത്തു. സത്യം പറഞ്ഞാൽ അവരത് ഇട്ടിട്ട് എന്നോട് പറയാ ഞാൻ ദൂരെയായി പോയി. ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റി. ചെയ്ത് കഴിഞ്ഞ് ഇട്ട് കഴിഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞേ ഇത് സംഭവം എൻ്റെ കയ്യിൽ നിന്ന് പോയ കേസായിരുന്നു, ഞാനായിട്ടൊരു ഐഡിയയിൽ ഇതിപ്പോ ചെയ്തതാണ്. അപ്പൊ അവര് പറയാ ഇട്ട് കഴിഞ്ഞിട്ട് എന്നെ അവിടെ നിന്ന് വിളിക്കുകയാണ്. സാധാരണ നമ്മ തയ്ച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പിൽ വന്ന് ഇട്ട് നോക്കിയിട്ടേ ഞാൻ വിടാറുള്ളൂ. പക്ഷെ ഇത് അവര് തൃശ്ശൂരായതുകൊണ്ട് ഈ സാധനം ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇട്ട് കഴിയുമ്പോൾ തന്നെ എന്നെ ഒന്ന് വിളിക്കണേന്ന് പറഞ്ഞു. നിങ്ങൾ എന്നിട്ട് ക്യാഷ് ഇട്ടാൽ മതി, ക്യാഷിന്റെ ആരും ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞു. അവർ ഇട്ട് കഴിഞ്ഞപ്പോൾ എന്നോട് ഒരു സുലു ഞാൻ പറഞ്ഞ മോഡലേ അല്ല, പക്ഷെ ഇത് സംഭവം ഞാൻ കണ്ടിട്ടില്ല, അടിപൊളി സാധനമാണ്, വെറൈറ്റി ആയിട്ട് ചെയ്തല്ലോ എന്ന് പറഞ്ഞു. എനിക്ക് സുലു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മൻ തന്നേനെന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി.
ഞാൻ പറയും എനിക്ക് കാശ് കിട്ടിയില്ലെങ്കിൽ വേണ്ടില്ല. ഞാൻ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു സംഭവം പറയണമല്ലോ. അവരങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ അവരുടെ അടുത്ത് കള്ളത്തരം കാണിക്കുന്നത് ശരിയല്ലല്ലോ. ഞാൻ തുറന്നു പറഞ്ഞു അബദ്ധം പറ്റിപ്പോയി, ഞാൻ ഒത്തിരി കടകളിൽ അന്വേഷിച്ചു, നിങ്ങളെ വിളിച്ച് ചോദിക്കാൻ എനിക്കൊരു പേടിയുണ്ടായിരുന്നു എവിടെന്നാ ഈ തുണി വാങ്ങിച്ചെന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഞാൻ കുഴഞ്ഞു നിൽക്കുമ്പോഴാണ് എൻ്റെ തലയിൽ ഇങ്ങനെ ഒരു ഐഡിയ വന്ന് ഞാൻ ഈ ഒരു മോഡലാക്കിയത്. അപ്പം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് നല്ലൊരു തൃപ്തിയായി. കാരണം അത് ആ മോഡൽ കാണുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഇത് അവർക്കും ഇഷ്ടപ്പെടും എന്നുള്ള തോന്നലുണ്ടായിരുന്നു. ഇനി വേണ്ട പറ്റിയില്ലെങ്കിൽ ഞാൻ പൈസ കൊടുക്കാം, തിരിച്ചാൽ ക്യാഷ് അവരുടെ എത്രയാണോ അതങ്ങ് തിരിച്ചു കൊടുക്കാന്നുള്ളതിന്. പക്ഷെ അവർക്ക് ടൈമും ഇല്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇനി എവിടെയെങ്കിലും കൊണ്ടുപോയി കൊടുത്ത് തയ്പ്പിക്കാനാണെങ്കിൽ അവർക്ക് സമയമില്ല. അതും എന്നെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ച്. അവർ ഇട്ട് കഴിഞ്ഞപ്പോൾ അത് 100% അവർക്ക് തൃപ്തിയായി. അവരപ്പം തന്നെ എനിക്കത് ഫോട്ടോ അയച്ചു തന്നു. എന്നോട് പറയും ഒന്ന് അടുത്ത് കിട്ടിയിരുന്നെങ്കിലെന്ന് എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് ഇല്ല, അതിൽ കൂടുതലൊന്നും എനിക്ക് കിട്ടാനില്ല. എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു സംഭവമായി പോയത്. അത് അതുപോലെ 1-2 കസ്റ്റമറും ഇങ്ങനെ അബദ്ധം പറ്റിയിട്ടല്ല കേട്ടോ, അത് ഇട്ട് കഴിയുമ്പോൾ അവർക്കൊരു തൃപ്തി വന്നു കഴിയുമ്പോൾ അവർക്ക് നമ്മളെ ഒന്ന് കാണണം. അതിങ്ങനെ ഒത്തിരി പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ കോളേജ് പെൺപിള്ളേരൊക്കെ ഉണ്ടല്ലോ, അത് ഓണത്തിനൊക്കെ ചില ബ്ലൗസൊക്കെ തയ്ച്ച് കഴിയുമ്പോൾ അവർക്കൊക്കെ അത് ഇട്ട് കഴിയുമ്പോൾ അവർ വിചാരിക്കാത്ത ഒരു ലെവലിലേക്ക് അത് അത്രയും ഭംഗി കിട്ടി കഴിഞ്ഞപ്പോൾ അവർക്കത് എപ്പോഴും വിളിക്കുകയും പറയും. നല്ലൊരു കോൺടാക്റ്റ് ആയിട്ട് അവരായിട്ടുണ്ട് എനിക്ക്. അതുകൊണ്ട് ഞാൻ എവിടെ പോയാലും എന്നെ അന്വേഷിച്ചവർ വരും, കൊണ്ടുവന്ന് തരും, എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് തരും. അപ്പൊ ഒരു ഒത്തിരി ഇഷ്ടമുള്ള ഒരു ജോലിയാണ് ചെയ്യുന്നത് അല്ലേ? ഏതൊരാളും ഒരു ഇഷ്ടപ്പെട്ട ഒരു ജോലി ചെയ്യുന്നതിലൂടെയാണ് അവർക്ക് തൃപ്തി കിട്ടുള്ളൂ. നമ്മളിപ്പോൾ ഒരു ടീച്ചറായാലും അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആയാലും എന്തായാലും നേരം വെളുക്കണു, ഒരു ജോലിക്ക് പോകണം. ഒരു അതൃപ്തിയാണ്. നമ്മൾ പോയി അവിടെ ചെന്ന് ജോലി ചെയ്ത് മാസം ശമ്പളം കിട്ടിക്കഴിയുമ്പോൾ ഒരു സന്തോഷമുള്ളൂ. അതുവരെയും പോണത് ആർക്കോ വേണ്ടിയിട്ട് പോണ പോലെയാണ്. പക്ഷെ എനിക്കിതല്ല, ഇത് എൻ്റെ ഒരു രക്തത്തിൽ അലിഞ്ഞു ചേർന്നേക്കാണ്. വീട്ടിൽ ചെന്ന് രാത്രി എൻ്റെ ചിന്ത മുഴുവൻ നാളെ ചെന്നിട്ട് എത്ര തയ്ക്കണം, മാക്സിമം എത്ര തയ്ക്കാൻ പറ്റും അതത്രയും തീർക്കണം. ആ ഒരു ടാർഗറ്റിൽ ഞാൻ വരൂ. നമ്മൾ ചെയ്യുന്ന ജോലിയോടുള്ള ഒരു ആത്മാർത്ഥത അല്ലേ? സത്യം. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഔട്ട്കം വളരെ നന്നായിരിക്കും അല്ലെ? എന്ത് ജോലി ചെയ്താലും. സത്യമാണ്. കാരണം എനിക്കൊരു കട തുടങ്ങാനൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. കട തുടങ്ങാൻ എൻ്റെ മനസ്സിൽ പോലും ചിന്തിക്കാത്തൊരു കാര്യമാണല്ലോ. അപ്പോൾ എനിക്ക് സ്കൂൾ ഗ്രൂപ്പിൽ 1-2 പേര് എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞു എനിക്കൊരു കട തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവർ 2 പേരുണ്ടായിരുന്നു. 2 പേരെന്നെ എനിക്ക് കുറച്ച് പൈസ തന്നെ എന്നെ ഹെൽപ്പ് ചെയ്തു. ഒരു കുഞ്ഞു മുറി എടുത്തു. അതായത് ഒരാൾക്ക് നിന്ന് തിരിയാനുള്ള ചെറിയൊരു മുറിയായിരുന്നു. തയ്യൽ തുടങ്ങി 6 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഞാൻ വേറിച്ചിരും കൂടി ആ കടയുടെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു മുറി വന്നപ്പോൾ അതെടുത്തു. അത് 4000 ആയിരുന്നു ആദ്യത്തെ കടമുറിയുടെ വാടക. പിന്നെ ഒരു 9000-ന്റെ മുറി ഞാൻ എടുത്തു. ദൈവാനുഗ്രഹം കൊണ്ട് അതിനകത്ത് ഒരു റെഡിമെയ്ഡിന്റെ ഷോപ്പും തയ്യലും ഒക്കെ കൂടിയായി. ഇന്ന് ഞാൻ അതിലങ്ങ് നടന്നു പോകുന്നുണ്ട്. ആരുടെ മുമ്പിൽ കൈ നീട്ടാണ്ട് നമുക്ക് അന്തസ്സായിട്ട് ഇന്ന് ജീവിക്കാൻ പറ്റും. ഞാൻ എറണാകുളത്ത് പോയി നൈറ്റിയുടെ തുണികൾ എടുക്കും, എന്നിട്ട് അവര് പറയുന്ന മോഡലിൽ ഞാൻ തയ്ച്ചു കൊടുക്കും. കാരണം നൈറ്റി ഞാൻ റെഡിമെയ്ഡ് എടുത്ത് വെക്കില്ല. അതെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മേടിക്കുന്നവർക്ക് അത് ഭയങ്കര നഷ്ടമാണ്. കാരണം സ്ലീവ് കുറയ്ക്കാനുണ്ടാവും, ലെങ്ത് കുറയ്ക്കാനുണ്ടാവും, ഷേപ്പ് ചെയ്യാനുണ്ടാവും, പിന്നെയും അവർ ക്യാഷ് മുടക്കണ്ടേ. ഇതാകുമ്പോൾ അവരുടെ പെർഫെക്റ്റ് ആയിട്ട് അവർക്ക് ഡബിൾ സ്റ്റിച്ച് ഇട്ട് നമ്മൾ മോഡൽ ചെയ്ത് കൊടുക്കും. അവർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണ് ഇതുവരെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു സുലുവിന്റെ ഈ ഒരു കഥ കേൾക്കുമ്പോൾ വെറുതെ ഇരിക്കുന്ന അല്ലെങ്കിൽ എന്ത് ചെയ്യും എന്നാലോചിച്ചിരിക്കുന്ന വീട്ടമ്മമാർക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഇതൊരു പ്രചോദനമാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ പറഞ്ഞ തയ്യല് ഒരു ചുരിദാർ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 500 രൂപ 600 വൈകുന്നേരം ആകുമ്പോൾ കിട്ടും. എങ്ങനെ നോക്കിയാലും 2 എണ്ണം നമുക്ക് അടിക്കാം. അതുപോലെ ഇപ്പൊ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സ്ത്രീകൾക്ക് ഇതുപോലെ ഏത് മോഡലും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. തുണി എടുക്കുക, വെട്ടുക, തയ്ക്കാൻ, അതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള പരിപാടിയല്ല. സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ആളുകൾക്ക് തുറന്നു കിട്ടുന്നതല്ല, അതിൽ കൂടെ വരുമാനം നമുക്കിപ്പോൾ ഈ തയ്ച്ചിട്ട് നമുക്ക് അതിലൊരു പരസ്യം ഇട്ടാൽ മതിയല്ലോ. നമ്മൾ ഏതെല്ലാം തരത്തിലും നമുക്ക് ഈ നമ്മുടെ കഴിവ് രംഗത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്നു. എനിക്ക് ആളുകൾ കസ്റ്റമറുടെ വായിന്നുള്ള ആ ഒരു പരസ്യം മാത്രമേ നമുക്കുള്ളൂ. ഞാൻ വേറെ ഒന്നിലും ആക്റ്റീവ് അല്ല. ഞാൻ ഇങ്ങനെ തന്നെ അങ്ങ് പോവുകയാണ്. ഇനിയിപ്പോൾ എനിക്ക് മോളും കൂടി ഒന്ന് ഉഷാറായി കഴിഞ്ഞാൽ അവളെ എവിടെയെങ്കിലും ഒരു എന്താ പറയാ സ്വന്തമായിട്ട് ഒരു സ്ഥാപനം തന്നെ തുടങ്ങി അല്ലേ? ഇത് കുറച്ചും കൂടി വിപുലമാക്കി ചെയ്യാൻ പറ്റുമല്ലോ. എന്റെ ഒരു ആഗ്രഹമാണ് ഇനി അത്. എന്തായാലും സുലുവിന്റെ ആഗ്രഹം ഇത്രയും പെട്ടെന്ന് സാധിക്കട്ടെ എന്നാണ് ആശംസ. താങ്ക് യു. അപ്പൊ എന്തായാലും സുലുവിന്റെ തയ്യൽ അനുഭവങ്ങൾ ഞങ്ങളോട് പങ്കുവച്ചതിൽ വളരെ സന്തോഷം. താങ്ക് യു സുലു. എന്നെ ഇങ്ങോട്ട് വിളിച്ച് കുറച്ചു നേരം സംസാരിക്കാൻ കിട്ടിയൊരു അവസരം ഞാനും അതിൽ ഹാപ്പിയാണ്. പ്രിയ ശ്രോതാക്കളെ, സഹയാത്രികയിൽ ഇന്ന് പങ്കെടുത്തത് സംരംഭകയായ സുൽഫത്ത്. ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു. നിർവഹണം ലൗലി, സഹായം KV ലീല. എല്ലാ ശ്രോതാക്കൾക്കും ക്ഷേമാശംസകൾ. സഹയാത്രിക.